എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ? വാ, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ബീഫ് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ബീഫ്, മട്ടൺ, വണ്ടി. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കണം. ഒരു 4-5 പ്രാവശ്യം നന്നായി കഴുകണം ബീഫ്. അപ്പോൾ കഴുകി ചേർക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്കൊരു കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഏകദേശം എടുക്കുമെന്ന്, പിന്നെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഓൾറെഡി ഇതിൽ നിന്ന് വരും. അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-8 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കുക്കർ അടച്ച് കുറച്ച് വിസിൽ വരുന്നവരെ ഒരു 5-6 വിസിൽ മതി ആവും. അപ്പോൾ അതുവരെ ഓണാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ബീഫിന് വേണ്ടുന്ന സാധനങ്ങൾ: സവാള, ഞാനിപ്പോൾ ഒരു 3 സവാള എടുത്തിന്. അതുപോലെ 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് ഓണാക്കുക. പാത്രം ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ടേക്ക് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്തിട്ട് ഒന്ന് കഴിച്ച് തേങ്ങാക്കൊത്ത് ചെറുതായി നിറം മാറിയതിന് ശേഷം അതിലോട്ടേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയതിന് ശേഷം നമുക്കതിലോട്ടേക്ക് സവാള ചേർത്ത് കൊടുക്കും. നന്നായി ചെറുതായി അരിഞ്ഞ സവാള, ഞാനൊരു 3 സവാളയാണ് എടുത്തത്. അപ്പം അതിട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ടേക്ക് മുറിച്ചെച്ച 2 തക്കാളി ഇടാം. ഇനി നന്നായി വഴറ്റുക.
അങ്ങനെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി ആവശ്യത്തിനുള്ള. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു 1.5 സ്പൂൺ മുളകേ ഇട്ടിട്ടുള്ളൂ. അതിലോട്ടേക്ക് മല്ലിപ്പൊടി ഞാൻ ഏകദേശം ഇതിലൊരു 1, 2, 3 സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി, അതൊക്കെ കൈക്കണക്കാണ്, അത് സുമാറ് ഞാനത്. ഇനി കുറച്ച് ഗരം മസാല, അതും കുറച്ച്, ഒരു 1/2 സ്പൂൺ വരെ ഉണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി, അതും ഏകദേശം ഒരു സ്പൂൺ വരെ ഉണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടീൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തോടു കൂടി ഇതിലോട്ടേക്ക് തട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മളെ വേവിച്ച് വെച്ച ബീഫാണിത്. അതിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമെന്നേ. എന്നിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ, എരിവും ഉപ്പൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവിയോട് കൂടി എടുക്കാം. ഇനി നല്ലോണം ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് അത് ഡ്രൈ ആക്കി എടുക്കാം. അതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ഇനി ഇതിൽ കിടന്ന് കുറച്ച് നേരം വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് കറി എന്തായെന്ന് നമുക്ക് നോക്കാം. ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ചാറ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണിത്.